ഒറ്റപ്പം എന്ന ഈ 4 മണി പലഹാരം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് മുമ്പ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണ്. പക്ഷേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചോദിക്കാനാണെങ്കിൽ അമ്മയുമില്ല. ഏതായാലും അവസാനം റെസിപ്പി കണ്ടുപിടിച്ചു. ഒരു യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടില്ലാത്ത ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. പഴയ തലമുറക്കാർ ഉപയോഗിച്ചിരുന്ന ആ വിദ്യകളൊക്കെ നമ്മളും ഒന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഒറ്റപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ 1 ഗ്ലാസ് കുത്തരി അല്ലെങ്കിൽ പുഴുക്കലരി, നമ്മൾ ചോറ് വയ്ക്കുന്ന ആ റെഡ് റൈസ്, അത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1/2 ഗ്ലാസ് തോരപ്പരിപ്പ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. മുഴുവൻ ഉഴുന്നോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ ഒരുപാട് കൂട്ടരുത്. ഇത്രയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഒരു 3 മണിക്കൊക്കെ ശേഷം അരച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 6-7 മണിക്കൂറായിട്ടുണ്ട്. അരിയും പരിപ്പും എല്ലാം നല്ലപോലെ കുതിർന്ന് കിടക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. മിക്സിയുടെ വലിയ ബൗളിലിട്ട് ഒരു പ്രാവശ്യം അരയ്ക്കാനുള്ളതേ ഉള്ളൂ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ദോശമാവിൻ്റെ അയവിലാണ് നമുക്ക് അരയ്ക്കേണ്ടത്. അരച്ചെടുക്കാം. അരച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഉള്ളി ചേർത്തിട്ടില്ല. ഉള്ളി ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. 5-6 ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നാൽ പിന്നെ ഉപ്പും മുളക് പൊടിയെല്ലാം ഇപ്പം തന്നെ ചേർക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് അരച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ രസകരവുമാണ്. ഇതുണ്ടാക്കാൻ അല്പം കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഒട്ടും അടിയിൽ പിടിക്കില്ല. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഒന്നുകിൽ നല്ലെണ്ണയിൽ ചെയ്യാം. പക്ഷെ നല്ലെണ്ണ മാത്രമാകുമ്പോൾ അതിനൊരു വല്ലാത്ത കടുപ്പം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ചേർക്കുന്നുണ്ട്. നല്ലെണ്ണയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ. ഇനി എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ മാവും ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചങ്ങ് വെച്ചേക്കുക. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും അടിഭാഗം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഒരു ചട്ടുകം കൊണ്ട് സൈഡൊന്ന് തിക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അടിഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടണം. കണ്ടോ, അടി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗവും ക്രിസ്പിയായി വരണം. വീണ്ടും ചെറിയ തീയിൽ തന്നെ വെച്ച് ഒരു 6-7 മിനിറ്റ് വെച്ചേക്കുക.
എത്ര സമയം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ ആയിട്ടുണ്ട്. പക്ഷേ നടുവിൽ അത്ര അങ്ങോട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. കണ്ടോ, ഇതാണ് ഒറ്റപ്പം. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെയല്ല കഴിക്കുന്നത്. ഇത് നല്ലപോലെ കുത്തി ഇളക്കി പൊടിയാക്കണം. കാരണം നടുഭാഗത്തൊക്കെ വേവാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നല്ലപോലെ ഇളക്കി പൊടിയാക്കി വീണ്ടും ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഔചിത്യം പോലെ ചെയ്യാം. ഏതായാലും മാക്സിമം ഭാഗം മുരിഞ്ഞ് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ചൂടോടുകൂടി തന്നെ ചൂട് ചായയുടെ കൂടെ കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ എരിവിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഔചിത്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഏതായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കമൻറ്റ്സ് പറയണം. ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.